ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദൈവസന്നിധിയിൽ നാം കടക്കുമ്പോൾ കർത്താവ് നമ്മുടെ പിതാവാണ് എന്ന ബോധ്യത്തോടെ നമ്മെ തന്നെ എളിമപ്പെടുത്തി ശിശുക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവിടുന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു. ആ സ്നേഹം നമ്മിലേക്ക് പകരാൻ, അവിടുത്തെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ ഇന്നത്തെ ദിവസം മുഴുവനും ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാകാൻ നമുക്ക് ദൈവത്തെ പിതാവെന്ന പോലെ നമുക്ക് കണ്ട് അവിടുത്തെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം ഇന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായി അവിടുന്ന് തൻ്റെ വിശുദ്ധ കരങ്ങൾ നമ്മിലേക്ക് നീട്ടിപ്പിടിക്കുന്നു. ആ കരത്തിൽ നമുക്കിപ്പോൾ തൊടാം. നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ നിസ്സഹായ അവസ്ഥയെ, എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാത്ത നമ്മുടെ അവസ്ഥയെ ആ തിരുക്കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വരാൻ പോകുന്ന ഏത് വെല്ലുവിളികളെയും നേരിടുവാൻ നമുക്ക് ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കാം. കർത്താവിൻ്റെ ശക്തിക്ക് മുൻപിൽ ഒരു വെല്ലുവിളിയും നിലനിൽക്കുകയില്ല. കർത്താവിൻ്റെ ശക്തിക്ക് മുൻപിൽ ഒരു പ്രശ്നങ്ങളും നിലനിൽക്കുകയില്ല. അതിനാൽ ഇന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ ഭാരങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. മക്കളെക്കുറിച്ചുള്ള അമ്മമാരുടെ, അപ്പന്മാരുടെ ഓരോരുത്തരുടെയും വിഷമങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. മക്കളുടെ ഉത്തരവാദിത്വമില്ലായ്മയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ജീവിത പങ്കാളിയുടെ കുറവുകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. മക്കളുടെ വേദനകളെ സമർപ്പിക്കാം. നമ്മുടെ വീട്ടിലെ ഓരോരുത്തരുടെയും വിഷമങ്ങളെ സമർപ്പിക്കാം. എല്ലാറ്റിലും ഉപരി നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ സമർപ്പിക്കാം. വേദനകളെ സമർപ്പിക്കാം. നഷ്ടങ്ങളെ സമർപ്പിക്കാം. നിങ്ങളെ വേദനിപ്പിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ സമർപ്പിക്കാം. ഇന്ന് നിങ്ങൾ എന്തൊക്കെ സമർപ്പിച്ചു അതെല്ലാം ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടുന്ന് നമ്മുടെ പിതാവായ ദൈവമാണ്. നമ്മുടെ സ്വന്തം പിതാവ്, നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ പിതാവിൻ്റെ കയ്യിലേക്ക് നമ്മളെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് വിശ്വാസത്തോടെ അവിടുത്തെ വചനം നമുക്ക് ശ്രവിക്കാം. ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1 ലേഖനം 3 അധ്യായം 1 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളാണെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ദൈവമക്കളാണ് എന്ന ബോധ്യത്തോടെ നമ്മുടെ സ്നേഹനിധിയായ പിതാവിനോട് നമ്മുടെ ഹൃദയം തുറക്കാം. നമ്മെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ്, നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. അവിടുന്ന് നമ്മെ ശ്രവിക്കുന്നു. അവിടുന്ന് നമ്മെ കാണുന്നു. നാം ആയിരിക്കുന്ന നമ്മുടെ അവസ്ഥയെ അവിടുന്ന് വീക്ഷിച്ചറിയുന്നു. നാം പ്രാർത്ഥിക്കാനായി അവിടുത്തെ സന്നിധിയിൽ വരുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ കണ്ടു. അവിടുന്ന് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ വിവേചിച്ചറിഞ്ഞിരിക്കുന്നു. കർത്താവ് വലിയവനാണ്. അതിനാൽ നമ്മെ തന്നെ ഏറ്റവും താഴ്മയോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, എൻ്റെ സ്നേഹമുള്ള അമ്മമാരെ, സഹോദരിമാരെ,
അപ്പന്മാരെ, സഹോദരങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവർ ഓരോരുത്തരും കടന്നു പോകുന്ന ഇവരുടെ വിഷയങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ബന്ധപ്പെടുന്ന ഇവരുടെ പ്രയാസങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. മക്കളുടെ ദുർനടപ്പ് കാരണം, ഉത്തരവാദിത്തമില്ലായ്മ കാരണം വേദനിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, പഠനത്തിൽ ശ്രദ്ധയില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിയുള്ള ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് ആവശ്യമായ സാമ്പത്തിക സഹായത്തെ, ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഇവരെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. കർത്താവേ, ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് ആശുപത്രികളിലേക്ക് പോകുന്നവരെ സമർപ്പിക്കുന്നു. ആശുപത്രികളിൽ ആയിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. രോഗപീഠയിൽ ഒത്തിരി വേദനിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഓപ്പറേഷൻ ഉള്ളവരെ സമർപ്പിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഡെലിവറിക്ക് വേണ്ടി ലേബർ റൂമിലേക്ക് പോകുന്ന സഹോദരിമാരെ സമർപ്പിക്കുന്നു. ദൈവമേ, കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. ഈ ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ ദുഃഖവും ദുരിതവും പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ മേൽ നീ കരുതണമേ. നിന്റെ കരുതലും സ്നേഹവും ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഇന്ന് നിന്നെ ആരാധിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കരുണ യാചിക്കുന്നു. കർത്താവേ, ഇവരോട് കരുണയായിരിക്കണമേ. ദൈവമേ, നീ അനേകം നിരാലംബർക്ക് ആശ്രയമായിരുന്നു, നിരാശർക്ക് പ്രത്യാശയാണ്. കർത്താവേ, നീ ഉന്നതനായ ദൈവമാണ്. നീ ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയുമാണ്. കർത്താവേ, ഞങ്ങളുടെ ശക്തിയും മഹത്വവും അവിടുന്നാണ്. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മഹത്വമായ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ഞങ്ങളുടെ ദൈവവും പിതാവുമായവനെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, എപ്പോഴൊക്കെ ഞങ്ങൾ വേദനിക്കുന്നുവോ അപ്പോഴൊക്കെ നിന്റെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന ദൈവമേ, ഈ പ്രഭാതത്തിൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഇന്ന് നിന്റെ സന്നിധിയിലായിരിക്കുന്ന നിന്റെ മക്കളുടെ മേൽ കരുണ തോന്നണമേ. അവർ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ ഇന്ന് നീ ഏറ്റെടുക്കണമേ, അവരെ സഹായിക്കണമേ. കർത്താവേ, ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് അനുഗ്രഹങ്ങൾ ധാരാളമായി വർഷിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ദുഃഖവും നീ എടുത്തു മാറ്റി, ദുരിതങ്ങൾ ഓരോന്നും എടുത്തു മാറ്റി ഈ മക്കളുടെ ജീവിതം അനുഗ്രഹങ്ങളും ഐശ്വര്യവും കൊണ്ട് നീ പുനഃസ്ഥാപിക്കണമേ. ഇന്നെല്ലാം കൊണ്ടും സമാധാനത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. ഞങ്ങളുടെ വേദനകളെ, വിഷമങ്ങളെ, ദുഃഖം എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങ് ശക്തിയുടെ അധിപനാണ്. ഇന്ന് പ്രയാസങ്ങളെ നേരിടുമ്പോൾ, പ്രശ്നങ്ങളെ നേരിടുമ്പോൾ, വെല്ലുവിളികളെ നേരിടുമ്പോൾ അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ തോന്നാത്ത അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ, ഞങ്ങൾക്ക് ചെയ്യുന്നതെല്ലാം പരാജയമായി മാറുമ്പോൾ, ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകൾ നേരിടുമ്പോൾ, ദൈവമേ, അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. വീണ്ടും ഞങ്ങൾക്ക് പുതിയ ശക്തിയും ഓജസ്സും നൽകി ജീവിതം ജീവിച്ച് തീർക്കാൻ സാധിക്കും. അത് ഐശ്വര്യപൂർണമായി വിജയത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കും. ജീവിതം സന്തോഷമുള്ളതാക്കാൻ സാധിക്കും. ജീവിതം പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ദിനങ്ങളാക്കി മാറ്റാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടെ പൊരുതി നേടുവാൻ കർത്താവേ, നീ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഇന്ന് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ ചൊരിഞ്ഞ് ഇവരുടെ ജീവിത പോരാട്ടങ്ങൾക്ക് പൊരുതുവാൻ
നീ ഇവർക്ക് മുൻപേ പോയി ഇവർക്ക് വിജയം നേടി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കൾ വേദനിക്കുന്ന ഓരോ വിഷയങ്ങളിലും നീ ഇപ്പോൾ ഇടപെട്ട് അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവായ ദൈവമേ, ഇന്ന് നിന്റെ സ്വരം ശ്രവിക്കാനും ആ സ്വരം അനുസരിക്കാനും ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി ഞങ്ങളിൽ പൂവണിയണമേ. ഞങ്ങളെക്കുറിച്ച് എന്താണോ നീ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർക്ക്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, വേദനയോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ സഹോദരീ സഹോദരന്മാർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് അത്ഭുതങ്ങളുടെ ദൈവമേ, ഇവരുടെ മേൽ നീ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, ഞങ്ങളോട് കരുണ കാണിക്കുന്ന, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിക്കാൻ, ഒരു സ്നേഹനിധിയായ പിതാവിൻ്റെ സന്നിധിയിൽ എന്ന പോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഒരുക്കിയ നാഥ, ദൈവവുമായി ഞങ്ങളെ അനുരഞ്ജനപ്പെടുത്തിയ ഞങ്ങളുടെ കർത്താവായ യേശുവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരായി കണ്ട ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെയെല്ലാം സാധിച്ചു തന്ന് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിലേക്ക് നിങ്ങൾ കൂടുതലായി അടുക്കുക. ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എത്രയൊക്കെ നിങ്ങളെ തകർക്കുന്ന പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ ഭാരപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾ ദൈവസന്നിധിയിൽ കൂടുതൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തി പ്രാപിക്കുക. ഏതു പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി പ്രാർത്ഥനയിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ചാനലിലേക്ക് നിങ്ങൾ അയക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.